ഇനി നമുക്ക് അതിഥിയിലേക്ക് പോകാം. ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത് മിസ് കേരള ഫിറ്റ്നസ് ആൻഡ് ഫാഷൻ 2025 കിരീടം ചൂടിയ സുവർണ ബെന്നിയാണ്. അവതാരകയും അഭിനേത്രിയും ഒക്കെ ആയ സുവർണ സോഷ്യൽ മീഡിയയിലും സജീവമാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ വിധികർത്താവായി എത്തിയ നടൻ കൈലാഷാണ് സുവർണയെ കിരീടം അണിയിച്ചത്. ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു സുവർണ ന്യൂസ് 3യിലേക്ക്. നമസ്കാരം. നമസ്കാരം. ആദ്യം എന്തായാലും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒപ്പം ആദ്യം ആ ഷോയുടെ വിശേഷങ്ങൾ കൂടി നമുക്ക് അറിയണം. ആ മത്സരത്തിന് എത്രത്തോളം കടുപ്പമുള്ളതായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഒന്ന് വിശദമായി പറയാമോ? പറഞ്ഞതുപോലെ തന്നെ വളരെ കടുപ്പമേറിയ ഒരു മത്സരം തന്നെയായിരുന്നു. ഈ മുഴുവൻ മത്സരം ഒരു വർഷത്തെ ഒരു അധ്വാനമാണ് എന്ന് പറയാം. പക്ഷെ സ്വപ്നത്തിന് അതിനെക്കാട്ടിയും പഴക്കമുണ്ട്. അറോറ ഫിലിം കമ്പനി സംഘടിപ്പിച്ച മിസ് കേരള ഫിറ്റ്നസ് ആൻഡ് ഫാഷൻ 2025 ടൈറ്റിൽ വിന്നറാണ് ഞാൻ. ആ മത്സരത്തിൽ തന്നെ മിസ് ഫിറ്റ്നസ് എന്ന സബ് ടൈറ്റിൽ കൂടി നേടിയിട്ടുണ്ട്. ഇനി മത്സരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഗ്രാൻഡ് ഫിനാലയുടെ ഒരു സ്റ്റേജിന്റെ അധ്വാനം എല്ലാവരും കാണുള്ളൂ. അതിൽ നമുക്ക് 4 റൗണ്ട്സിലായിട്ടായിരുന്നു മെയിൻ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് റൗണ്ട് ഇൻട്രൊഡക്ഷൻ, ദെൻ ഫിറ്റ്നസ് റൗണ്ട്, അതിനുശേഷം ഫാഷൻ റൗണ്ട്, ഏറ്റവും അവസാനത്തേതാണ് ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട്. അപ്പം ഫൈനൽ 12 ആണ് ആ ഒരു ഫിനാലയിലേക്ക് മത്സരിക്കുന്നത്. ബാക്കി ഒരുപാട് പെൺകുട്ടികൾ അപ്ലൈ ചെയ്ത് ഒരു വർഷം എടുത്ത് പലതരത്തിൽ ഫിൽട്ടർ ചെയ്ത് നമുക്ക് ഒരുപാട് ടാസ്കുകളൊക്കെ തന്ന് ഗ്രൂമിംഗ് ഒക്കെ നടത്തിയാണ് ആ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നത്. അപ്പൊ തന്നെ നമ്മൾ ആ ഒരു സ്റ്റേജിൽ എത്തിപ്പെടാനുള്ള ആ ഒരു ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ ആയിരിക്കുമല്ലോ. സോ ആ ഒരു ഫൈനൽ സ്റ്റേജിലെ പെർഫോമൻസിൽ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിലേക്ക് 6 പേരെ മാത്രമാണ് സെലക്ട് ചെയ്യുക. ആ ഒരു 6ലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു ഫസ്റ്റത്തെ ലക്ഷ്യം. അപ്പം ബാക്കിയുള്ള റൗണ്ടുകളൊക്കെ മികച്ചതായി തന്നെ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഏറ്റവും ഗ്രാൻഡ് ഫിനാലയുടെ ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിലും ബെറ്റർ ആൻസേഴ്സ് നൽകിയതോടുകൂടി ടോട്ടൽ സ്കോർസ് ആഡ് ഓൺ ചെയ്യുമ്പോൾ കിട്ടിയ ഒരു ടൈറ്റിലാണ് ഇപ്പോ വെയർ ചെയ്തിരിക്കുന്നത്. ഐ ആം സോ ഹാപ്പി. ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. ഒരുപാട് കാലത്തെ സ്വപ്നമാണ്, ഒരുപാട് പേർക്കുള്ള മറുപടിയാണ്. ഇപ്പം ഞാൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കോഴ്സിനും കൂടി വേണ്ടിയിട്ടാണ് ആ ഒരു വേദിയിൽ സംസാരിച്ചത്. ഇപ്പൊ നമ്മളെല്ലാവരും വിമൻ എംപവർമെന്റിനെ കുറിച്ച് സംസാരിക്കല്ലേ. ഇപ്പൊ ഈ ഒരു പ്രോഗ്രാമും അതിന്റെ ഒരു ചുവട് പിടിച്ച് വരുന്ന പ്രോഗ്രാമാണ്. ഈ ഫെമിനിറ്റി സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വിമൻ എംപവർമെന്റ് സംസാരിക്കുന്ന ഒരുപാട് ഷോസ് നമ്മളിപ്പോ കാണുന്നുണ്ട്. പക്ഷേ അറോറ ഫിലിം കമ്പനിയുടെ ഈ ഒരു ഷോ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആ ഒരു പുറത്തൊരു ബ്യൂട്ടി മാത്രം കണ്ടിട്ടുള്ള ഒരു ഷോ അല്ല. പകരം നമ്മുടെ ഫിറ്റ്നസ്, എങ്ങനെ ഒരു സ്ത്രീ അവളെ ഫിറ്റ് ആക്കി വെക്കുന്നു, അവളുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്, അവളുടെ ടാലൻസ് എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ അവളുടെ ഫാഷൻ എന്താണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത്, ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും ഉള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്ന ഒരു ഷോ തന്നെയായിരുന്നു. സോ ദാറ്റ്സ് ഈ ഷോയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ആൻഡ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുടെ റെസ്പോൺസസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ഓൾ സോ ഹാപ്പി. ഞാൻ വളരെ ഒരു വില്ലേജ് ഏരിയയിൽ നിന്ന് വരുന്നതാണ്. കണ്ണൂരിലെ പേരാവൂരാണ് എന്റെ സ്ഥലം. അതിൽ തൊണ്ടിയിൽ, നമ്മുടെ ജിമ്മി ജോർജ് സാറിന്റെ ഒക്കെ നാടാണ്. തൊണ്ടിയിൽ നിന്നാണ് വരുന്നത്. എല്ലാവരും പറയും നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു പ്ലേസ് ആണ്. അവിടുന്ന് വന്ന് അധ്വാനിച്ച് സ്വന്തമായ ഒരു പേരുണ്ടാക്കി, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ ഈ ഒരു ടൈറ്റിൽ എന്റെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം വളരെ വലുതാണെന്ന് എനിക്കറിയാം. ആൻഡ് വിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ആൻഡ് ടു യു വിഷ്ണു, താങ്ക് യു. ഓക്കെ, എന്തായാലും എനിക്ക് തോന്നുന്നു സുവർണയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെ ആയിരിക്കും. ഒരു മോഡൽ എന്നതിനപ്പുറത്തേക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദമുണ്ട്, മികച്ച ഒരു അവതാരകയാണ്, ഒരുപാട് അഭിനേത്രിയാണ്. അപ്പോൾ അങ്ങനെ പല പല മേഖലകൾ, നന്നായി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പല പല മേഖലകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൂടിയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അവിടെ സപ്പോർട്ട് ചെയ്തത് ആ വേദിയിൽ? ഒന്നാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നു ഇത്രയും കാലത്ത് വർക്കിംഗ് എക്സ്പീരിയൻസ് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് ആണെങ്കിലും ഈവൻ നമ്മുടെ ഇൻട്രൊഡക്ഷൻ റൗണ്ട് ആണെങ്കിലും എത്രയൊക്കെ പഠിച്ചിട്ട് പോയി അല്ലെങ്കിൽ നമ്മൾ എഴുതി തയ്യാറാക്കി പോയി എന്നൊക്കെ പറഞ്ഞാലും ആ ഒരു സമയത്തെ പ്രസൻസ് ഓഫ് മൈൻഡിനാണ് അവിടെ മാർക്ക് വീഴുക. നമ്മൾ അത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് വന്നിട്ട് ഹലോ ഐ ആം സുവർണ ബെന്നി എന്നൊക്കെ പറയുന്നതും ഹലോ ഐ ആം സുവർണ ബെന്നി എന്ന് പറയുന്നതും ദർസ് എ ഡിഫറൻസ്. ഇപ്പം അവതാരക കൂടി ആകുമ്പോൾ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അത്തരത്തില് ആ ഒരു ടോണിങ് ആയാലും ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുന്നതായാലും ഈവൻ ജഡ്ജസിനാണെങ്കിലും നമ്മള് ഓക്കെ ഒരു ടൈറ്റിൽ വഹിക്കാൻ
ഈ കുട്ടി അതിന് ആപ്റ്റ് ആയിട്ടുള്ള ആളാണെന്ന് നമ്മൾ തോന്നിപ്പിക്കുക എന്നൊരു ഫാക്ടർ കൂടി ഉണ്ടല്ലോ. അപ്പൊ എല്ലാ റൗണ്ട്സിലും ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒന്നാമത്തെ കാര്യം അതാണ്. അതായത് നമുക്ക് ടാലന്റ് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ നോളജ് ഉണ്ടായിട്ടോ ഒന്നും ഒരു കാര്യമില്ല. പക്ഷെ ഇത് കൃത്യമായ രീതിയിൽ ആ കൃത്യമായ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റണം. സോ പ്രസൻസ് ഓഫ് മൈൻഡിനാണ് എനിക്ക് തോന്നി ഈ പേജന്റ് ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ദെൻ കംസ് നോളജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരു വ്യക്തിയുടെ മുന്നിൽ നിന്ന് പ്രസന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു നോളജ് വേണം, ഒന്നാമത്തേത്. രണ്ടാമത്തേത് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആശയവിനിമയ ശേഷി. ഇതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് കോൺഫിഡൻസ് എന്ന് പറഞ്ഞ വലിയൊരു ഫാക്ടർ ഉണ്ട്. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് എവിടെയും പോയി നിന്ന് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ഈവൻ ഒരു കോമ്പറ്റീഷൻ അപ്പിയർ ചെയ്യുന്ന സമയത്താണെങ്കിലും ദ മെയിൻ ഫാക്ടർ ഇസ് കോൺഫിഡൻസ്. നിങ്ങൾ കോൺഫിഡന്റ് ആയി നിന്ന് നിങ്ങളുടെ കഴിവിനെ ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യാണല്ലോ. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ മെയിൻ ആയിട്ടും എനിക്ക് തോന്നുന്നു ഈ ഫാക്ടേഴ്സ് ആണ്. കോൺഫിഡൻസ്, നോളജ്, നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, ഈ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി ഫോക്കസ് ചെയ്തത്. പിന്നെ വരുന്നത് വരട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു. എന്റെ ബെസ്റ്റ് കൊടുക്കണം, അത് ടൈറ്റിലിന് വേണ്ടിയിട്ടാവരുത്. ഇപ്പം ഈ ഒരു ഔട്ട് കാണുന്നതാണെങ്കിലും ഒരു പെങ്കൊച്ചി ഇത് കാണുന്ന സമയത്ത് അവർക്ക് കണ്ടിട്ട് ഓ ഇഫ് ഷീ ക്യാൻ ഐ ടു ക്യാൻ എന്നൊരു വൈബ്രേഷൻ എനിക്ക് കൊടുക്കണം ഒരു ഇന്റൻഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ എന്റെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്റ്റേജിൽ. യാ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. ഈ റൗണ്ടുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, Q&A കുറിച്ച് പറഞ്ഞു, അതിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഒരു ടാസ്ക് അതിട്ടിരുന്നത് എന്ന് പറഞ്ഞു. അതെ അപ്പോൾ അതെങ്ങനെ അതെ. പ്രസന്റ് ചെയ്യാൻ പറ്റി? ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെങ്ങനെയാണ് മറുപടി പറഞ്ഞത്? അതിനെക്കുറിച്ച് പറയാം. പക്ഷെ അതിനു മുന്നേ ഞങ്ങളുടെ ഈ ഒരു ഫസ്റ്റത്തെ റൗണ്ട് ഒക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന കാണികളടക്കം നമ്മുടെ റിലേറ്റീവ്സ് അടക്കം എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്. ഈക്വലി ടാലന്റഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺഫിഡന്റ് ആയിട്ടുള്ള 12 പേരാണ് കോ കണ്ടസ്റ്റൻസ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പം അത് നമുക്കും അറിയാം. കാരണം എല്ലാവരും ഈക്വലി ടാലന്റഡ് ആണ്. ഓരോരുത്തർക്കും ഓരോ സ്റ്റോറീസിനെ റെപ്രസെന്റ് ചെയ്താണ് അവർ ആ വേദിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 6 അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ എല്ലാവർക്കും ആരായിരിക്കും എന്നൊരു പ്രഡിക്ഷൻ പോലും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് എല്ലാവരുടെയും പെർഫോമൻസ് ഉണ്ടായിരുന്നത്. ദെൻ ആ 6 അനൗൺസ് ചെയ്യുമ്പോൾ 6ൽ ഉണ്ടാവുന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ബട്ട് അത് വിളിക്കുമ്പോൾ ഉള്ള നമ്മുടെ ഒരു ചെസ് നമ്പർ, വിളിക്കുമ്പോൾ ഉള്ള നമ്മുടെ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. സോ അത് ആ ഒരു വേദിയിൽ കിട്ടി. 6 ആയി. അതിനുശേഷമായിരുന്നു ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട്. അപ്പം ഇവര് ജഡ്ജസ് ജസ്റ്റ് നമ്മളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വെറുതെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടു. പക്ഷെ ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു ഇത് ഒറിജിനൽ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ച്. ഞങ്ങൾക്ക് റൈറ്റിംഗ് ആയിരുന്നു. 1 മിനിറ്റ് സമയം തരും ക്വസ്റ്റ്യൻ പറഞ്ഞതിന് ശേഷം. ആ 1 മിനിറ്റിൽ നമ്മൾ റൈറ്റ് ചെയ്യുക, ദെൻ റീഡ് ഇറ്റ് ഔട്ട്. അതായിരുന്നു റൂള്. ഫസ്റ്റ് കൈലാഷ് സാറിന്റെ അടുത്ത് എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? ഹിസ് ഫ്രം ഫിലിം ഇൻഡസ്ട്രി ആണല്ലോ. അതായിരുന്നു ആദ്യം ജസ്റ്റ് അത് ചോദിച്ചതാണ്. അതിന് ആൻസർ ചെയ്ത് എല്ലാവരും പല പല തരത്തിലാണ്. ഒരാള് സിനിമയിൽ അഭിനയിക്കാൻ, സാറിന്റെ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അല്ല, ഓരോരുത്തർ ഓരോരോ സോഷ്യൽ ഇഷ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ചോദ്യം ഇതായിരുന്നു. എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ ഇത്രയും കാലമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണല്ലോ. അപ്പം ഈ ഒരു സ്ത്രീകൾ നേരിടുന്ന ഇഷ്യൂസ് ഒരുപാട് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലുണ്ട്. ഇത്തരം വിഷയങ്ങളെ സർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. അത് പിന്നീടാണ് അറിഞ്ഞത് അത് വെറുതെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, റിയൽ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നേ ഉള്ളൂ എന്ന്. ദെൻ ലേറ്റർ നമ്മുടെ തന്നെ ജഡ്ജായിട്ടുള്ള താരമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. സിംഗിൾ മദേഴ്സ് ഒരുപാട് കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് ജീവിക്കണമെങ്കിൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യോ ഇല്ലയോ? ദാറ്റ് വാസ് ദ ക്വസ്റ്റ്യൻ. ആൻഡ് ഞാൻ പരിപൂർണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ആ ഒരു കുഞ്ഞിന് നല്ലൊരു ലൈഫ് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ബിലീഫ് ആ ഒരു സ്ത്രീക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അത്തരത്തിൽ തീരുമാനം എടുക്കുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നും എല്ലാ സ്ത്രീകളും കൈകോർത്ത് ആ ഒരു ഡിസിഷന് വേണ്ടി നിൽക്കണം എന്നുള്ളതായിരുന്നു എന്റെ ആൻസർ. സോ 2 ആൻസേഴ്സും ഇംഗ്ലീഷിലായിരുന്നു. ഈ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ബേസിസിലായിരിക്കില്ല മേ ബി. ഈ ടോട്ടൽ സ്കോർസ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിൽ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ സിംഗിൾ മദറിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ ഒരു റിയൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആൻഡ് എല്ലാവരുടെയും വളരെ വെറൈറ്റി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിഫറെന്റ് പോയിന്റ്സ് ഓഫ് വ്യൂയിലുള്ള ആൻസേഴ്സ് ആയിരുന്നു. സോ അതിനെങ്ങനെ അവർ അളന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു അത്ഭുതമാണ്. ബിക്കോസ് എല്ലാ ടോട്ടൽ സ്കോർസ് ഒക്കെ ആഡ് ഓൺ ചെയ്യുമ്പോൾ മേ ബി ഹയസ്റ്റ് സ്കോർ എന്നുള്ള രീതിക്കായിരിക്കാം. ഓക്കെ. ഇനിയുള്ളത് ഒരു സ്വപ്നം എന്താണ് എന്ന് ചോദിച്ചാൽ ഇതിനു വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻസ് നേരത്തെ പറഞ്ഞു 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ് ആയിരുന്നു. അതുകൊണ്ട് ഇതിന്റെ പുറകെ തന്നെ ആയിരുന്നിരിക്കണം കുറെ കാലം. ഇനി എന്താണ് പ്ലാൻ?
ഈ അധ്വാനത്തിന്റെ കാര്യം പറയാൻ കുറച്ച് നല്ലോണം അധ്വാനിച്ചിട്ടുണ്ടെന്ന് പറയാം. ബിക്കോസ് എനിക്ക് കുറച്ച് ഹോർമോണൽ ഇംബാലൻസസ്, ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ഒക്കെ കൊണ്ട് ഒരു 75 എബവ് എന്റെ വെയിറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ദ വെരി ഫസ്റ്റ് തിങ് ഞാൻ എന്നെ തന്നെയാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അത് പ്രോപ്പർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ലിവിങ്ങിലൂടെയും ഈവൻ ജിമ്മിലൂടെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു 1 year ബിഫോർ കണ്ടിട്ടുള്ള ആളെ എല്ലാം നേരിട്ട് കാണുമ്പോൾ പോലും ഞാനുള്ളത്. സോ അത്രയും ഈ ഒരു ടൈറ്റിലിന് വേണ്ടി അധ്വാനിച്ചിട്ട് കിട്ടിയ ഒരു ടൈറ്റിൽ കൂടിയാണ്. ആൻഡ് ഈവൻ നമ്മുടെ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് അവെയർ ആയിരിക്കുന്നതും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസിലൂടെയൊക്കെ നമ്മൾ ഒത്തിരി സംസാരിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പറേഷൻസ്. ഇനി എന്താണ് പരിപാടികൾ എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി ഈ പറഞ്ഞ എല്ലാ മേഖലകളും ഞാൻ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പെർട്ടിക്കുലർലി ഒരു ചട്ടക്കൂടിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നില്ല. എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുടെ എല്ലാ ഭാഗങ്ങളും ഇൻക്ലൂഡിങ് ഫാഷൻ, സിനിമ, ഈ പറഞ്ഞ പോലെ ടെലിവിഷൻ ആങ്കറിംഗ് പ്രോഗ്രാമുകൾ, ഇത്തരത്തിൽ എല്ലാം എന്താ പറയാ ചെറിഷ് ചെയ്യണം ഈ ഒരു ടൈറ്റിൽ കൊണ്ട് എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഓക്കെ, ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളായതുകൊണ്ട്, അവതാരക ആയതുകൊണ്ട് ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരുപാട് താരങ്ങളെ ഇതിനോടകം തന്നെ ഇന്റർവ്യൂ ചെയ്തു കഴിഞ്ഞു, ഫിലിം പ്രൊമോഷന്റെ ഒക്കെ ഭാഗമായിട്ട്. ഏറ്റവും നന്നായി താങ്കൾ കൈകാര്യം ചെയ്തു എന്ന് തോന്നിയ, അല്ലെങ്കിൽ ഗംഭീരമായി എന്ന് ഒരുപാട് കമന്റ്സ് കിട്ടിയ ഇന്റർവ്യൂ ആരുടെ ആയിരിക്കും? സലിം കുമാർ സാറിൻ്റെതാണ്. ബിക്കോസ് അതൊരു ഫുൾ ഡേ ഷോ ആയിരുന്നു. അപ്പം ഒരുപാട് എപ്പിസോഡ്സ് ആയിട്ടാണ് അതിന്റെ ഔട്ട് വന്നതും ഓക്കെ. അപ്പോ എനിക്ക് വളരെ ക്ലോസ് ടു ഹാർട്ട്. ഞങ്ങൾ വീട്ടിൽ പോയി സംസാരിച്ച് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞ് ലൊക്കേഷനുള്ള തമാശകളെ കുറിച്ച് അടക്കം എക്സ്പ്ലെയിൻ ചെയ്തുള്ള ഒരു വലിയ ഷോ ആയിരുന്നു അത്. സോ ആ ഒരു ഷോ എപ്പോഴും എന്റെ ഹാർട്ടിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ്. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഫിറ്റ്നസ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ആളുകളോട് പറയുന്ന ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കൂടിയായിരുന്നു നമ്മൾ ഈ ഒരു ഷോ സംഘടിപ്പിച്ചതെന്ന് പറഞ്ഞല്ലോ. അത് നേരത്തെ മുതൽ ഈ ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്ന ആളാണോ? ഇതിനു വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ എങ്ങനെയായിരുന്നു? ഫിറ്റ്നസ് ഒരു പരിധി കഴിഞ്ഞ് ലൈഫ് സ്റ്റൈലൊക്കെ കൊണ്ട് കൈവിട്ട് പോകുന്നെന്ന് കരുതിയപ്പോ ഞാൻ തന്നെ എഫേർട്ട് എടുത്ത് ആ ഫിറ്റ്നസ് ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് വെയിറ്റ് ലോസ് വന്നു. ഒരു 10-15 കിലോകളാണ് ഞാൻ കുറച്ചിട്ടുള്ളത്. അപ്പൊ ഈ വെയിറ്റ് ലോസ് ജേർണിയുടെ സമയത്താണ് നമ്മളിങ്ങനെ പറയില്ലേ, എല്ലാം ഇങ്ങനെ നമ്മുടെ ഒരു മാനിഫെസ്റ്റേഷൻ പോലെ സംഭവിക്കും. ഇതുപോലെ ഒരു കിരീടമൊക്കെ ഞാൻ കുഞ്ഞു മുതൽ ഒരുപാട് സ്വപ്നം കാണുന്നതാ. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഈ പറഞ്ഞതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു പോസ്റ്റർ കാണുകയാണ്. ഫിറ്റ്നസ് ആൻഡ് ഫാഷൻ, നോട്ട് ജസ്റ്റ് എ ബ്യൂട്ടി പേജന്റ്, പക്ഷെ ഇതെല്ലാം. അപ്പൊ എനിക്ക് പറയാൻ ഒരു സ്റ്റോറി ഉണ്ട്, എനിക്ക് കൊടുക്കാൻ ഒരു എക്സാമ്പിൾ ഉണ്ട്. സോ ആ ഒരു ലിവിങ് എക്സാമ്പിൾ ആയിക്കൊണ്ട് തന്നെ എന്റെ ഇൻട്രൊഡക്ഷനിലും ഞാനത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രം 75 to 60 kilograms, my fitness journey wasn't just physical, it was a fight, a victory, and more than നമ്മളിങ്ങനെ പറയില്ലേ, ആ ഒരു ഫയർ എനിക്ക് എന്റെ ഇൻട്രൊഡക്ഷൻ കേൾക്കുന്ന ഒരു പെൺകുട്ടിക്ക്, അല്ലെങ്കിൽ തന്റേതായ ഇഷ്ടത്തിലല്ലാതെ ഒരു ബോഡിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് അത് ഫിറ്റ്നസിലേക്ക് വരണമെന്നും അല്ലെങ്കിൽ നമ്മൾ ഗെറ്റ് ഇൻ ഷേപ്പ്, അല്ലെങ്കിൽ വിസറൽ ഫാറ്റ് ഉള്ളവർക്ക് അത് കുറയ്ക്കണം, അസുഖങ്ങളൊക്കെ മാറ്റണം, ഹോർമോണൽ ഇംബാലൻസസ്, നമ്മൾ എപ്പോഴും ഇഷ്യൂസ് ഇപ്പം ഗേൾസ് പറയുന്നതാണ്, PCOD, PCOS ഇഷ്യൂസ് ഒക്കെ ബോഡി വൈസ് പറയുമല്ലോ. സോ ഇത്തരത്തിൽ ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ നമുക്കൊരു പരിധിവരെ നമ്മുടെ ലിവിങ് സ്റ്റൈല് കൊണ്ട് പ്രോപ്പറായി ഫിറ്റ് ആയിരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, ഇതിലൂടെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ലിവിങ് എക്സാമ്പിൾ ആണ് കാണിക്കണം എന്നുള്ള എന്റെ ഫസ്റ്റത്തെ ഇന്റൻഷൻ. പിന്നെ ഒബ്വിയസ്ലി ഇതുപോലൊരു കിരീടം സ്വപ്നം കാണാത്ത പെൺകുട്ടികൾ ഉണ്ടാവുമല്ലോ എന്ന് എനിക്കറിയില്ല. ഫെമിനിറ്റി സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന, വിമൻഹുഡ് സെലിബ്രേറ്റ് ചെയ്യുന്ന, സിസ്റ്റർഹുഡ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലത്തേക്കും കൂടെ നമ്മൾ എത്തിപ്പെടുക എന്നുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ചെയ്യുന്നതും. ആ ഫിറ്റ്നസ് ജേർണി മുൻപേ ഞാൻ തുടങ്ങിയതാണ്. സോ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് എനിക്ക് കിട്ടി എന്നുള്ളതാണ് ഈ ഒരു ക്രൗണിങ് കൊണ്ട് എന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. ഓക്കെ, സുവർണ നേരത്തെ പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞു ഞാനൊരു കണ്ണൂരുകാരിയാണ്, പേരാവൂരിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞു. അവിടുത്തെ കുറിച്ച് കൂടുതൽ പറയൂ. ആരാണ് ഏറ്റവും കൂടുതൽ പിന്തുണ തരുന്നത് ഫാമിലിയിൽ? കാരണം നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് ഉണ്ടാവുമല്ലോ. അത് ആരാണ്? എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുന്ന, നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ വേണ്ടി കൂടെ നിൽക്കുന്ന, അതാരായിരിക്കും? തീർച്ചയായും എന്റെ സിസ്റ്റേഴ്സ് ആണത്. കാരണം ഞാൻ 4 പെൺകുട്ടികളിൽ ഏറ്റവും അവസാനത്തെ ആളാണ്. ഞാൻ എപ്പോ ആരോട് ഇത് പറയുമ്പോഴേക്കും നിങ്ങൾ 4 പെൺപിള്ളേരാണോ എന്നുള്ള ക്വസ്റ്റ്യൻ വരുമല്ലോ. അപ്പൊ നീയാണോ കല്യാണം കഴിക്കാൻ ഇനി ബാക്കിയുള്ളത് തുടങ്ങി കുറെ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള, പ്രെജുഡിസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സമൂഹത്തിൽ നിന്ന് ഒരുപാട് ചെറുപ്പം മുതൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്റെ ടോക്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾ മൈ ലൈഫ് ഐ ഹേർഡ് നിങ്ങൾ 4 പെൺപിള്ളേരാണോ എന്നുള്ളൊരു ചോദ്യം. അത് എന്റെ സൊസൈറ്റിയിൽ നിന്ന് ഞാൻ ലീവ് ചെയ്യുന്ന എന്റെ വില്ലേജിൽ നിന്ന് വരെ ഞാൻ ഒരുപാട് ആൾക്കാരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ ആ ചിന്തകളൊന്നും എടുക്കാതെ എന്റെ സ്വപ്നത്തിനും ഞാൻ മുന്നോട്ട് പോകാനും എന്റെ കൂടെ നിന്നിട്ടുള്ളത് എന്റെ ഫാമിലിയാണ്, എന്റെ പപ്പയും മമ്മിയും ആണ്. മോർ ദാൻ ദാറ്റ് സിസ്റ്റേഴ്സ്,
എന്ന് തന്നെ പറയാം. കാരണം എന്റെ ആഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്ന, അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന, നിനക്ക് കിട്ടും നിനക്ക് കിട്ടും എന്ന് പറഞ്ഞ് നമ്മളെ ഒരു ബാക്ക് ബോൺ ചെയ്ത് നിൽക്കുന്ന, ഇതൊന്നും അല്ല നീ എവിടെയെങ്കിലുമൊക്കെ എത്തേണ്ട ആളാണ് എന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും, നമുക്കുള്ളിൽ ഒരു ചിന്ത ഉണ്ടെങ്കിലും, ഇപ്പം മാം പറഞ്ഞതുപോലെ നമ്മളെ സപ്പോർട്ടിങ് സിസ്റ്റം ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഫാമിലി എന്നുള്ള സ്ട്രഗിൾസ് എനിക്ക് ഇല്ല എന്ന് തന്നെ പറയാം. ടിൽ ദിസ് മൊമെന്റ് ദേ ആർ സെലിബ്രേറ്റിംഗ്. ഇപ്പം ഫെമിനിറ്റി ആയാലും വിമൻഹുഡ് ആയാലും 4 പെൺപിള്ളേരുണ്ടായതിൽ എന്റെ അപ്പൻ പ്രൗഡ് ആണെന്നും കാണുന്ന ആൾക്കാർക്ക് പറയാൻ പറയുമായിരിക്കും മേ ബി. പക്ഷെ ഇപ്പൊ മമ്മി ആയാലും മമ്മിയും ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു, ബാല്യ ആർട്ടിസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വീടിന്റെ അകത്തളത്തില് അങ്ങനെയാണ്. അപ്പം ആളും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഇസ് ഡിഫറെന്റ്. നിനക്ക് പറക്കാൻ പറ്റുമെന്ന് ചെറുപ്പം തൊട്ട് എന്നെ പഠിപ്പിച്ചത് എന്റെ പാരന്റ്സും എന്റെ സിബ്ലിങ്സും തന്നെയാണ്. അവരെക്കാളൊക്കെ ഡിഫറെന്റ് ആയിരുന്നു ഞാൻ. 3 സിസ്റ്റേഴ്സിന് കഴിയും. ഒരാള് നഴ്സ്, 2 പേര് അക്കൗണ്ടിങ്. അങ്ങനെ എല്ലാവരും നമ്മുടെ സൊസൈറ്റി നിശ്ചയിച്ചിട്ടുള്ള ചട്ടക്കൂടിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരാ. അപ്പൊ അവര് എനിക്ക് സ്വപ്നങ്ങൾ ഉണ്ടെന്നും ഞാൻ പറക്കുമെന്നും വിശ്വസിച്ച് ഇന്നും എന്റെ കൂടെ നിൽക്കുന്നുണ്ട്. സോ ഐ എം സോ ബ്ലെസ്ഡ് ടു ഹാവ് ദം ഇൻ മൈ ലൈഫ്. ഓക്കെ. സുവർണ ഇങ്ങനെ സംസാരിച്ചപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഉത്തരം, അതായത് നമ്മുടെ സിംഗിൾ മദേഴ്സിന്റെ എണ്ണം കൂടുന്നു എന്ന് പറഞ്ഞപ്പോൾ സുവർണ പറഞ്ഞ ഉത്തരം, ഇപ്പോൾ സുവർണ നാട്ടിൽ നിന്ന് കേട്ട കുറെ കമന്റുകളെ കുറിച്ച് പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നിയൊരു ചോദ്യമാണ് ഈ വിവാഹ ജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ വിവാഹത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണ്? അതിനെ എതിർക്കുന്ന ഒരാളാണോ? ഒരിക്കലും എതിർക്കുന്ന ഒരാളല്ല. എനിക്ക് വളരെ ലവിങ് ആയിട്ടുള്ള ഒരു ഫാമിലി തന്നെയാണുള്ളത്. സോ ഞാനും ലുക്ക് ഫോർവേഡ് ചെയ്യുന്നത് ഒരു 2-3 വർഷത്തിലൊക്കെ ഒരാളെ കണ്ടുപിടിക്കണം. ബെറ്റർ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന. ഒബ്വിയസ്ലി നമ്മള് മീഡിയ ഫീൽഡ് ഒക്കെ ആവുമ്പം എല്ലാവർക്കും ഒന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അത് മനസ്സിലാക്കണം നമ്മുടെ ജോലിയുടെ സ്വഭാവം എന്താണ്. ഡെയിലി ഒരു ഷൂട്ടിന് പോകുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടാവും. ഒരുപാട് ആളുകൾക്ക് അത് കൺസേൺ ആണ്. ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഏറ്റവും നന്നായി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, സ്വപ്നങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണർ നമ്മുടെ കൂടെയുള്ളത് എപ്പോഴും ഒരു ബെസ്റ്റ് ചോയ്സ് ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കണം. സമയമുണ്ടല്ലോ. ഓക്കെ, സമയം ഇഷ്ടം പോലെ ഉണ്ട്. സമയം എടുത്ത് തന്നെ അത് മതി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ വിവാഹത്തെ കുറിച്ചുള്ള ഒരു എന്താണ് കൺസെപ്റ്റ് എന്ന് അറിയാൻ വേണ്ടി മാത്രം ചോദിച്ചതാണ്, അല്ലാതെ വിവാഹം കഴിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഓക്കെ, എന്തായാലും പാട്ടും ഡാൻസും നമ്മൾ പറഞ്ഞു പോയതിന്റെ കൂട്ടത്തില് അഭിനയം പറഞ്ഞു, ഒപ്പം സംഗീതവും നൃത്തവും. അത് എങ്ങനെയായിരുന്നു? ചെറുതിലേ തൊട്ടുണ്ടോ അതോ ഇടയ്ക്ക് വന്നതാണോ? അതെങ്ങനെ മുന്നോട്ട് പോകുന്നു? അത് മമ്മി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞിലെ തൊട്ട് മമ്മിയാണ് സെമി ക്ലാസിക്കലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നല്ല സിൽക്കി ഡ്രസ്സൊക്കെ ഇട്ട് വിടും, ഡാൻസ് കളിച്ചിട്ട് വന്നോ എന്ന് പറഞ്ഞിട്ട്. ഡാൻസിന്റെ ഒരു ഇത് നമ്മളിപ്പോ കോളേജ് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നതും ഇപ്പൊ നിലവില് എല്ലാം ഒന്ന് ഒതുങ്ങിയ ഒരു മട്ടാണ്. ഇനി വേണം ഒന്ന് ആക്റ്റീവ് ആക്കാൻ. അതുപോലെ ഇപ്പൊ പാട്ടിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും കർണാട്ടിക് മ്യൂസിക് ആണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് എന്റെ പപ്പ മുൻകൈ എടുത്ത് എന്നെ കൊണ്ടുപോയി ചേർത്ത് പഠിപ്പിച്ചിട്ടുള്ള ഒരു ടാലന്റ് ആണ്. എന്റെ ടാലന്റ് കണ്ട് കഷ്ടപ്പാടുകളുടെ ഇടയിലും അതിനും എനിക്ക് വേണ്ടി ചെറിയൊരു എമൗണ്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പാട്ടും ഡാൻസും ഒക്കെ ഒരു ട്രെയിൻഡ് ആയതുകൊണ്ട് തന്നെ അത് പലതരത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈവൻ ചില ഇന്റർവ്യൂസിലൊക്കെ ഇരിക്കുമ്പോഴായാലും ചുമ്മാ പാട്ടൊക്കെ പാടി ഇന്റർവ്യൂ ചെയ്ത അവസ്ഥകളുണ്ട്. അല്ലാതെ ഷോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇനി അങ്ങോട്ട് പയ്യെ ഇപ്പൊ കുറച്ചൊന്ന് ഫോക്കസ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ ബാക്കിയെല്ലാം ഇനി ഒന്നുകൂടി ചെറിഷ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. ആ പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ രണ്ടുപേര് കേട്ടാ കൊള്ളാന്ന് ഞങ്ങൾക്കും ഉണ്ട്. പറ്റുമെങ്കിൽ രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാമോ? പാടാം. പക്ഷെ ശബ്ദം ഇപ്പൊ കുറെ സംസാരിച്ചിട്ടൊക്കെ ഇങ്ങനെ പോയിരിക്കുകയാണ്. കുഴപ്പമില്ല, ഞങ്ങൾക്ക് അറിയാലോ ഇത്ര നേരം അഡ്ജസ്റ്റ് സ്ട്രെയിൻ ചെയ്തോളാം എടുത്തിട്ട് സംസാരിക്കുമായിരുന്നു. കുഴപ്പമില്ല, എന്നാലും രണ്ടുപേര്. പോന മായമെന്ന പൊന്മാനെ പൊന്മാനെ എന്റെ കായമാന പോലും എന്നേനി താങ്ങിക്കൊള്ളും മുന്തൻ മേനി താങ്കാതെ செந்தேனே உந்தன் காயம் என்னை வந்து சொல்லாமல் எங்க எங்க அழகை வந்தது உந்தன் சோகம் என்னை தாக்கும் என்றென்றும் போது வந்த அழகை நின்றது மனிதனுடையது கொள்ள இது மனித காதல் அதையும் தாண்டி புனிதமானது அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா?
ഓക്കെ. താങ്ക് യു സോ മച്ച് വർണ്ണ. ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ, എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ, ഗംഭീര ദിവസങ്ങളാകട്ടെ ഇനി വരുന്നത്. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് താങ്ക് യു അതിഥിയായി എത്തിയതിന്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ. ബൈ.